BDES അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈനിങ്. പേര് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇറ്റ്സ് ഓൾ അബൌട്ട് ഫാഷൻ ഡിസൈനിങ് എന്ന്. എന്നാൽ ഒരു കുഞ്ഞു ടോയ് മുതൽ അങ്ങ് എയ്റോപ്ലെയിൻ വരെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്നത് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ദ അതർ വൺ ഇസ് കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈൻ. കൺസ്ട്രക്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്, ലൈക്ക് അപ്പാരൽസോ ടെക്സ്റ്റൈൽസ് പോലെയുള്ളത്. അറ്റ് ദ സെയിം ടൈം കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് വെർച്വൽ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ഫിലിം ഡിസൈനിങ് പോലെയുള്ളത്. സോ ഇത് എവിടെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് ചോയ്സ് വിൽ ബി NID, ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, സ്റ്റുഡിയോ ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇതിനെല്ലാം ശേഷമേ അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ UCEED, NIFT പോലെയുള്ള എൻട്രൻസ് ടെസ്റ്റ് എഴുതി നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കും. പ്ലസ് ടുവിന് നമ്മൾ ഏത് സ്ട്രീം എടുത്താലും നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കിൽസ്, നിങ്ങൾക്ക് ഇതിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്. പിന്നെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്സ് ആണെങ്കിൽ സെക്കൻഡ് ഇയറിലാണ് നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണ് ഡിസൈനിങ്ങിൽ പോകേണ്ടത്. അപ്പാരൽസ് ആണോ, ടെക്സ്റ്റൈൽസ് ആണോ, ഫാഷൻ ഡിസൈനിങ് ആണോ, ഓർണമെൻറ്റ്സ് ഡിസൈനിങ് ആണോ, സിറാമിക് ഡിസൈനിങ് ആണോ, വോട്ട് എവർ ഇറ്റ് ബി, അത് സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനോ അഡ്മിഷൻസിനോ വേണ്ടിയിട്ട് യു ക്യാൻ കോൺടാക്ട് us. We are there to help you.